നമസ്കാരം, അമൃതാണ്. വാട്ട് ആൻ അറ്റംപ്റ്റ്. സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അപാകതകൾ എനിക്ക് പലയിടത്തും ഫീൽ ചെയ്തു. പക്ഷെ ആ അപാകതകളെയൊക്കെ ഓവർകം ചെയ്യുന്നൊരു പെർഫോമൻസ് ആസ് ആൻ ആക്ടർ വിക്കി കൗശൽ. എൻ്റെ അമ്മു, ഇദ്ദേഹം ആ ലെജൻഡറി ഹീറോയെ ഒന്ന് പുനർജീവിപ്പിച്ച് സ്ക്രീനിൽ കാണിച്ച പോലെയാണ് സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അത്രയ്ക്ക് ഇൻവോൾവ്മെൻ്റ് ആണ്. അത് ഫൈറ്റ് സീക്വൻസുകളായിരുന്നാലും ആ ഒരു ഓറ, ആ ഒരു സ്വാഗ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ് മറാഠ കിങ്സിൻ്റെ അവരുടെ ആ ഒരു കോസ്റ്റ്യൂം, ആ ഒരു പാവാട പോലെ ഇങ്ങനെ വരുന്ന ഒരു കോസ്റ്റ്യൂമൊക്കെ വെച്ചുകൊണ്ട് ഇവരെങ്ങനെ ഇത് ഫൈറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്ന രീതിയിലാണ് ഈ ഒരു കഥാപാത്രത്തിനെ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ പ്രഭാസിനെ കണ്ടതാണ്, പക്ഷെ അതൊന്നും അല്ല. ഇപ്പം ശിവാജി ഇതിനകത്ത് ജീവിക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഈ സിനിമ ഞാനും മനസ്സിൽ കുറേ സങ്കല്പങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ സിനിമ കാണാൻ പോയെങ്കിലും അതൊന്നും തന്നെ ആയിരുന്നില്ല സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് സ്പോയിലറായി പോവും. സിനിമ ഒരു മസ്റ്റ് വാച്ച്, എസ്പെഷ്യലി ഐമാക്സിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഗംഭീരമാണ്. വിക്കി കൗശൽ നിറഞ്ഞാടിയിരിക്കുകയാണ്. വാട്ട് എ പെർഫോമൻസ്. പിന്നെ ഇതിനകത്ത് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഔറംഗസീബിനെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അക്ഷയ് ഖന്നയാണ്. ഒരു സൈഡിൽ വിക്കി കൗശൽ അങ്ങോട്ട് എക്സ്ട്രീമിലെത്തുമ്പോഴത്തേക്ക് അക്ഷയ് ഖന്ന ആ ക്യാരക്ടറിനെ വളരെ ഒരു സ്ലോ പേസിൽ, അതിനൊരു റിതമുണ്ട് ആ ക്യാരക്ടറിന്. അതും മറ്റൊരു ഡിഫറെൻ്റ് എക്സ്ട്രീം. അപ്പോൾ ഇത് രണ്ടും കൂടെ ആ സിനിമയ്ക്കകത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പവറുണ്ട്. അത് യു മസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ്. പിന്നെ ഫൈറ്റ്സ് എല്ലാം ഗംഭീരമാണ്. ഫോറിൻ കൊറിയോഗ്രാഫറാണ് ചെയ്തിരിക്കുന്നത്. ഓവർ ദ ടോപ്പ് ആണെങ്കിൽ പോലും ഭയങ്കര ഒരു റിയലിസ്റ്റിക് അപ്പീലൊക്കെ തരുന്നുണ്ട്. കാരണം പണ്ടത്തെ വാരിയേഴ്സ് എല്ലാം ഇതുപോലെ പെർഫോം ചെയ്യാനൊക്കെ കഴിവുള്ളവർ തന്നെയായിരുന്നു. അപ്പോൾ അതിലൊട്ടും നമുക്ക് ആ ഒരു എഫക്ട്സ് എടുത്ത് കൊടുത്തിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സ്ട്രിങ്ങിലൊക്കെ ചെയ്തിരിക്കുന്നതാണെന്നുള്ളത് ഒന്നും തോന്നാത്ത രീതിയിൽ ആ കാലത്ത് അവരെങ്ങനെ പെർഫോം ചെയ്തിരുന്നു എന്ന് നമ്മളെ വിഷ്വലൈസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫൈറ്റ് കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എ ആർ റഹ്മാൻ്റെ മ്യൂസിക്, പാട്ടുകളൊക്കെ സൂപ്പറാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ എവിടെയൊക്കെയോ ഒരു വെസ്റ്റേൺ അപ്രോച്ച് എവിടെയൊക്കെയോ ഫീൽ ചെയ്ത്. അതിൽ മറാഠ കിങ്ഡമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അത് ഡിഫറെൻറ്റ് മോഡിലാണ് എ ആർ റഹ്മാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിരിക്കുന്നതെങ്കിൽ മുഗൾ എംപയർ കാണിക്കുന്ന സമയത്ത് അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എന്നാലും ചില സീനുകളിലൊക്കെ വളരെ ഒരു ഡ്രാമറ്റൈസ്ഡ് ആയിട്ട് പോകേണ്ട സമയത്തൊക്കെ വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് പിടിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചറാണ്. അതായത് മറ്റൊരു കമ്പോസർ, ഇപ്പോൾ കീരവാണിയൊക്കെ ബാഹുബലിയിലൊക്കെ ചെയ്ത പോലെ ആ ഒരു ട്രഡീഷണൽ അപ്രോച്ച് എ ആർ റഹ്മാൻ പിടിക്കത്തില്ല. എ ആർ റഹ്മാൻ്റേതായിട്ടുള്ളൊരു സിഗ്നേച്ചറുണ്ട്. അദ്ദേഹം ആ റൂട്ടിലൂടെ പോകത്തുള്ളൂ. അപ്പോൾ അതൊരു ചെറിയ അപാകത എവിടെയൊക്കെ ഫീൽ ചെയ്തു. ഇത് കാരണം നമ്മൾ മറാഠ എംപയറിൻ്റെ ആ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡ്രംസൊക്കെ വെച്ച് ഭയങ്കര ഒരു ആഘോഷമാണ് അവർക്ക്. അപ്പോൾ ആ ഒരു സാധനം എവിടെയൊക്കെയോ ഒന്ന് മിസ് ചെയ്തെങ്കിലും പാട്ടിലൊക്കെ അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഓവറാക്കാൻ എ ആർ റഹ്മാൻ ശ്രമിക്കത്തില്ല. വളരെ ഒരു മീറ്റർ പിടിച്ചുള്ള പരിപാടിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് മോശമെന്ന് പറയാനില്ല, അത് നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടെക്നിക്കലി ഹൈ ഗ്രേഡാണ് എല്ലാ ആസ്പെക്ട്സിലും. ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനുപരി ഒരുപാട് പെയിൻ തോന്നിയൊരു മൂവിയാണ്. അതിന് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലെജൻഡറി കിങ് ഉണ്ടായിരുന്നതിനെക്കുറിച്ച് എനിക്കറിവില്ലായിരുന്നു എന്നുള്ളതിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്നോട് തന്നെ പുച്ഛം തോന്നി. അപ്പോൾ ആ ഒരു കഥാപാത്രമായിട്ട് പുനർജീവിച്ചു എന്ന് തന്നെ പറയാം വിക്കി കൗശൽ. കുട്ടികളെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി വയലൻസ് ഉണ്ട്. പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു എക്സ്ട്രീം വയലൻസ് ഒക്കെ അവർ കാണിക്കാതെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ IMDbയിലും മൂവി ബുക്കിങ്ങിലും ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമാ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.